വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 2019 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ 1 ടൈം സപ്ലിമെന്ററി എക്സാം ഇപ്പോഴെങ്ങനെയും വിളിക്കാൻ സാധ്യതയുണ്ടോ? ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. സോ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. എല്ലാ അഡ്മിഷൻ സ്റ്റുഡൻസിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ, പഴയ അഡ്മിഷൻ ആണെങ്കിലും പുതിയതാണെങ്കിലും. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അപ്പം നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 1 ടൈം സപ്ലിമെൻ്ററി എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 1 ടൈം സപ്ലിമെൻ്ററി എക്സാമിൻ്റെ പ്രത്യേകത, റെഗുലർ എക്സാം നടക്കുന്ന പോലെ നമുക്ക് ഇത്ര നാൾ കഴിഞ്ഞാൽ എക്സാം ഉണ്ടാകുമെന്ന് കലണ്ടർ വെച്ചിട്ട് പറയാൻ സാധിക്കില്ല. ബാക്കി റെഗുലർ എക്സാമിന് നമുക്ക് എക്സാം കലണ്ടർ ഉണ്ട്, അതിൻ്റെ ബേസിലാണ് പ്രോപ്പറായിട്ട് അവർ എക്സാം നടത്തുക. അതനുസരിച്ച് റിസൾട്ടും വരും. എക്സാം കഴിഞ്ഞാൽ ക്വിക്കായിട്ട് തന്നെ അല്ലേ, 1 മാസം 1.5 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബട്ട് 1 ടൈം സപ്ലിമെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റെഗുലർ ചാൻസസ് ഒക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന മേഴ്സി ചാൻസ് എന്ന് പറയാം. അതാണ് സംഭവം. അപ്പോൾ അത് ഓരോ അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെയും സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം 14, 15, 16 2014, 15, 16 കംപ്ലീറ്റ് ചെയ്തു. അവരുടെ എക്സാംസ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വിളിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് മുമ്പ് 11, 12 ഉണ്ടായിരുന്നു. 11, 12, 13. ദെൻ ഈ 16 കഴിഞ്ഞതിന് ശേഷമാണ് 17 and 18 ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. 2017, 18 ആദ്യം വിളിച്ചിരിക്കുന്നത് 6th സെമസ്റ്ററാണ്. അത് വിളിച്ചിട്ടുള്ളൂ, അതിൻ്റെ എക്സാമോ മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ സെമസ്റ്റർ സെപ്പറേറ്റ് വിളിക്കണം. അത് മാത്രമല്ല, അതിന് വിളിച്ചതിന് ശേഷം അത്യാവശ്യം ടൈം എടുക്കും. ദെൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് വരിക. ദെൻ സാധാരണ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലവുള്ള പരിപാടിയാണ്. നിങ്ങൾ ചിലവ് എന്ന് പറയുമ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ നല്ല പൈസ വരും. അത് മാത്രമല്ല, അവിടെ പോയിട്ട് എഴുതണതിന് അല്ലേ, ഒരു ദിവസം മൊത്തം അങ്ങനെ പോകുന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 17 and 18 ആണ് ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ദെൻ 19 അഡ്മിഷൻ്റെ ആണ് അപ്പോൾ ഇനി നെക്സ്റ്റ് 1 ടൈം സപ്ലിമെൻ്ററി വിളിക്കാനുള്ള. അപ്പോൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം ഉണ്ടാകുമെന്നാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 17 and 18 വിളിച്ചിട്ടുള്ള ഓർഡറിലാണ്. ആദ്യം 11, 12, അതിനായിട്ട് മുമ്പ് ഇയർ വൈസിൻ്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 11, 12, പിന്നെ 14, 15, 16, ഇപ്പോഴാണ് 17, 18 ആയിട്ടുള്ളത്. എന്തായാലും നെക്സ്റ്റ് 19 ആണ്. അപ്പോൾ ഇത് ഏകദേശം ചിലപ്പോൾ കഴിയുമ്പോഴേക്കായിരിക്കാം ചിലപ്പോൾ 19 വിളിക്കാം. അതല്ലെങ്കിൽ അതിനായിട്ട് മുമ്പ് വിളിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 20, 21 ഇതിൻ്റെ ഒക്കെ സിലബസും 19ൻ്റെയും സെയിം സിലബസ് അല്ലേ. നേരെ മറിച്ച് 17, 18 എൻ്റെ ഡിഫറൻറ്റ് സിലബസാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വിളിക്കുമെന്നാണ് കുറേ പേര് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ട്. ബട്ട് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടൈം സപ്ലിമെൻ്ററി സെപ്പറേറ്റ് നടത്തുന്ന എക്സാമാണ്. അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്, ഈ ഓർഡറിലാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് 17 and 18 ഒരു ഇതാകുമ്പോഴായിരിക്കും 19 വിളിക്കുക. അപ്പോൾ എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എക്സാം മേ ബി ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും നടക്കുക. സോ എക്സാം നോട്ടിഫിക്കേഷൻ ഈ വർഷം വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 17 and 18 എക്സാംസ് എത്രത്തോളം സ്പീഡിൽ നടക്കുന്നു അതനുസരിച്ചിട്ട് 19 എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതേ നമുക്ക് ഈ ഒരു ടൈമിൽ പറയാൻ സാധിക്കുള്ളൂ. എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് മെസ്സേജസ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.